അല്ലേ ഇതെന്ത് നിപ്പാടിയത്? പോയി റെഡിയാവും മോളെ. എന്തായാലും നോക്കി പഠിപ്പിക്കുന്നോ? ആ ബ്യൂട്ടീഷ്യനൊക്കെ ഇപ്പൊ വരും. അത് കഴിഞ്ഞു കിട്ടാനൊക്കെ കുറെ സമയം എടുക്കും. മുഹൂർത്തത്തിന് മുമ്പ് അങ്ങ് എത്തണം. എടി നിന്നോടായി പറയുന്നത്. വിളച്ചിലെടുത്താണ്ടല്ലോ, അമ്പലത്തിലേക്ക് ചെല്ലാത്തതിന് കഴിച്ചിട്ടാ കാർത്തികൻ പോയെ. തിരിച്ചു വരുമ്പോ റെഡി ആയിട്ടില്ലെന്ന് അങ്ങ് കണ്ട ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. രാധികെ, കല്യാണ വീട് വെറുതെ കലാപഭൂമിയാക്കരുത്. മര്യാദക്ക് അല്ലെങ്കിൽ പേടിപ്പിക്കണ്ട. തിരിച്ചു വന്ന അയാൾ എന്താ ചെയ്യാൻ പോകുന്നത്? കൊല്ലോ? കൊല്ലട്ടെ. ഞങ്ങള് രണ്ടുപേരെയും കൊന്നിട്ട് ഈ പേരക്ക് തീ വെക്കട്ടെ. ഇതിലും ഭേദാതാ. നാടക്കടി. ക്ഷണിച്ച ആളുകളൊക്കെ കേറി വരുന്ന സമയ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ചാണ്ടല്ലോ. അപമാനോ? നിങ്ങൾക്കത് എന്താണെന്ന് അറിയോ? ഭാര്യയും മകളെയും കണ്ട കൊള്ളപ്പലിശക്കാരന് പണയം വെച്ചിട്ട് അപമാനിക്കരുതെന്നോ? നാണമുണ്ടോ നിങ്ങക്ക്? എന്താടി നീ ഷൈൻ ചെയ്യ? എന്തും വിളിച്ചു പറയാനാണോ നീ വിചാരിക്കുന്നത്? അച്ഛന്റെ പ്രായമുള്ള ഒരാളുടെ താലിക്ക് നിന്നു കൊടുക്കാൻ പോവാ എന്റെ കുഞ്ഞ്. നിങ്ങൾ ഒരുത്തന അതിന് കാരണം. അത് നിങ്ങൾ ഓർത്തു വെച്ചോണം. ഇനിയുള്ള ഓരോ നിമിഷവും അത് നിങ്ങളെ ശ്വാസം മുട്ടിക്കും. എന്റെ മോളുടെ ജീവിതം തകർത്തിട്ടാ നിങ്ങൾ നേടാൻ പോകുന്നത്. അനുഭവിക്കും, അനുഭവിച്ചിരിക്കും. നീ എന്താ പ്രാകുന്നോ? കൊല്ലുന്നേ. മര്യാദ റെഡിയാവടി. അയ്യോ, എന്താടോ ഇവിടെ? ഇവളോട് റെഡിയാവാൻ പറഞ്ഞിട്ടേ ഓരോന്നും പറഞ്ഞ് നിൽക്കുക. കാർത്തികനിപ്പോ വരും. സമയം കളഞ്ഞ ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് പറയാൻ പറ്റില്ല. ഞാൻ കൈ കഴിഞ്ഞു. ഇനി ഇത്താപ്പ പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാ ചെയ്യേ. എന്താടി നിനക്ക്? എന്റെ കൈക്ക് നീ വെറുതെ പണിയുണ്ടാക്കി വെക്കല്ലേ. പൊടി. ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ആ കൊച്ചിന്റെ മനസ്സ് നീ മാറ്റാൻ നോക്കാണോടി മൂദേവി. പോയി കെട്ടി ഒരുങ്ങടി. എന്റെ കൺമുമ്പിന്ന് പോടി. മോളെ, കാർ എടുത്തിട്ട് പോയോ? അത് വലിയ അതിശയമായല്ലോ. അല്ല, ദേവിയയ്ക്ക് ഡ്രൈവിംഗ് അറിയാന്നുള്ളത് നിനക്കറിയില്ലേ? കോളേജിൽ വെച്ച് ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ അവൾ ഡ്രൈവ് ചെയ്യാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നീ ആയിരിക്കും ഡ്രൈവിംഗ് പഠിപ്പിച്ചത്, ലൈസൻസ് എടുത്തു കൊടുത്തു. അല്ല, അവിടെ നിന്ന് കാർ എടുത്തോണ്ട് പോയിട്ട് ആന്റി ഒന്നും പറഞ്ഞില്ലേ? ചോദിക്കാനുണ്ടോ? പോലീസിനെ വിളിക്കുന്നവർ പറഞ്ഞു. എന്തിന്? കാർ മോഷണം പോയിന്ന് പറയാൻ. ഒരു വിധത്തിലെ പറഞ്ഞു ഒതുക്കിയത്. അല്ല, അങ്ങോട്ട് പോകാനായിട്ട് ആന്റി സമ്മതിച്ചോ? സമ്മതിച്ചില്ലേ? പോകുമെന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? ഇനി തിരിച്ചു വരുമ്പോ ഒരു യുദ്ധം തന്നെ അവിടെ നടക്കും. എന്തായാലും കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് നീ ദേവിക തനിച്ചു വിടണ്ടായിരുന്നു. ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞതാ, കേക്കണ്ടേ? ദേവിക തനിച്ചു പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാ? നമ്മളെങ്കിലും കൂടെ പോയിരുന്നെങ്കിൽ ആ കാർത്തികനായിട്ട് 4 പൊട്ടിക്കായിരുന്നു. ആ ചാൻസും കളഞ്ഞു. കാർത്തികനെ എപ്പോ വേണേലും നമുക്ക് കൈ കിട്ടും. പക്ഷേ ഇന്ന് ഈ കല്യാണം നടക്കാതിരിക്കണം. അതിനെന്ത് ചെയ്യുമെന്നാ? ദേവിക എന്തോ കണക്കൂട്ടി തന്നെ പോയിരിക്കുന്നേ. എന്താ പരിപാടിയൊന്നും നിന്നോട് പറഞ്ഞില്ലേ? ശാരിയെ കാണണമെന്ന് മാത്രം പറഞ്ഞു. ഇനി അവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല. അവിടെ ഒന്നും നടക്കില്ല. കാർത്തികനെ നിനക്കറിയില്ലേ? ഒരിക്കൽ പാളി പോയതാ. അതുകൊണ്ട് ഇത്തവണ പഴി തടച്ചേ കാർത്തികൻ നിൽക്കൂ. ഈ കല്യാണം മുടക്കാൻ ദേവിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ദേവിയുടെ എടുത്തേട്ടായിപ്പോയി. നല്ലൊരു തയ്യാറെടുപ്പില്ലാതെ ഇങ്ങനൊരു സീനിലേക്ക് ചെന്ന് കയറിയിട്ട് എന്താ കാര്യം? ചെല്ലാതിരുന്നാ അവരെ ഉപേക്ഷിച്ച് കളഞ്ഞതുപോലെ ആവും. അതെന്നെ പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് ഒരു ഫലവുമില്ല. ഇവിടുന്ന് ധിക്കരിച്ചിറങ്ങിപ്പോയതിന്റെ കലാപം കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ മീര വീട്ടിലുണ്ടല്ലോ. അമ്മ അതൊന്നും കണക്കിലെടുക്കില്ല. ദേവി തിരിച്ചു വന്ന് കാലുകുത്തിയ അപ്പ തുടങ്ങും. മീരയ്ക്ക് സംശയമൊന്നും തോന്നില്ലേ? അല്ല, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നീ ഓർക്കുന്നില്ലേ? അപ്പൊ എല്ലാം പൊളിഞ്ഞു എന്നാ ഞാൻ വിചാരിച്ചത്. ഇനി ഈ കാര്യവും പറഞ്ഞ് വിഷയമായ നിനക്ക് ഇടപെടേണ്ടി വരും. മീര അത് എങ്ങനെ എടുക്കുമെന്നാ? പ്രശ്നമാവോ? പ്രശ്നമാവട്ടെ. അങ്ങനെയെങ്കിലും ഇതൊക്കെ അങ്ങ് പൊളിയട്ടെ. എത്ര കാലമെന്ന് വെച്ചാ ഇതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നേ? എന്നായാലും എല്ലാവരും അറിയണം. എത്ര നേരത്തെ ആയാൽ അത്ര നല്ലത്. ഏതായാലും ഈ സമയത്ത് നമ്മളിവിടെ വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നീങ്ങി വന്നേ.
നടക്കുന്ന ഇങ്ങനെയൊക്കെ ആണോടി? എനിക്കിതൊന്നും ശീലമില്ലാത്തതാ. ആ കാർത്തികേയൻ പറഞ്ഞതുകൊണ്ടാ എന്തൊരു നാശമാ. ഓ കഴിഞ്ഞില്ലോടി ഇതുവരെ? ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. വേഗം ആവട്ടെ. ചുമ്മാ ഒന്നുമല്ലല്ലോ, കാശെണ്ണി തന്നിട്ടല്ലേ അനങ്ങി നിക്കുന്നു. ഓ തന്തപ്പടി കുളിച്ചൊരുങ്ങി കേമനായല്ലോ. എന്താ മോളെ ഒരു സന്തോഷമില്ലാതെ? ഇന്നുമുള്ള കല്യാണല്ലേ?